ഒരു യുവാവ് റൂഫ് ടോപ്പിന്റെ മണ്ടയിൽ നിൽക്കുന്നത് കെട്ടിടം സൂക്ഷിപ്പുകാരിയായ പെൺകുട്ടി കാണാനിടയാവുന്നു. അവനെ തടയാനായി പെൺകുട്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ പിടിവലിക്കിടയിൽ അവരിരുവരും താഴേക്ക് വീഴുകയും യാദൃശികമായി അവരിരുവരുടെയും ചുണ്ടുകൾ കൂട്ടിമുട്ടുകയും ചെയ്യുന്നു. തന്റെ ആദ്യത്തെ കിസ് ഇപ്പോൾ തന്നെ തിരികെ തരണമെന്ന് പറഞ്ഞ് പെൺകുട്ടി അവനെ അടിക്കാൻ തുടങ്ങുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, 20 വർഷമായി ശബ്ദശേഷിയില്ലാത്ത ആ യുവാവട്ടെ അവളുടെ അടുത്ത് അവിടം വിട്ട് പെട്ടെന്ന് തന്നെ പോവാനായി ആവശ്യപ്പെടുന്നു. ഈ കാഴ്ച കണ്ട യുവാവിന്റെ ധനികനായ അച്ഛനാവട്ടെ 20 വർഷമായി തന്റെ മകന് സംസാരശേഷി ഇല്ലായിരുന്നു എന്നും തന്റെ മകനെ കൊണ്ട് ആ പെൺകുട്ടിക്ക് സംസാരിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും $10,000 അവൾക്ക് ഓരോ വാക്കിനും സമ്മാനമായി നൽകാമെന്ന് അയാൾ പറയുന്നു. പെൺകുട്ടി ഒരു മടിയും കൂടാതെ അതിന് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ആ യുവാവിന് വർഷങ്ങളായി തന്നെ ഓട്ടിസവും അതുപോലെ തന്നെ അവന്റെ അമ്മ മരിച്ചതിന് ശേഷം അവന്റെ അവസ്ഥ വളരെയധികം ദുഷ്കരമാവുകയുമായിരുന്നു. അവളുടെ പദ്ധതിയുടെ ഭാഗമായി തന്നെ അവൾ യുവാവിന്റെ കമ്പനിയിലേക്ക് ചെന്ന് അവന്റെ കൈ പിടിച്ച് അവളുടെ വയറിലേക്ക് വെച്ചതിന് ശേഷം അവന്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്നു എന്ന് കളവ് പറയുന്നു. തീർച്ചയായും അവന് നിരസിക്കുമെന്ന് തന്നെയാണ് പെൺകുട്ടി കരുതിയിരുന്നത്. ചുറ്റുമുള്ള അവന്റെ സ്റ്റാഫുകൾ പോലും അവനെ പഴി പറയാൻ തുടങ്ങുന്നു. എന്നാൽ യുവാവട്ടെ ശാന്തമായി തന്നെ അവന്റെ മൊബൈൽ ഫോൺ പുറത്തെടുത്തതിന് ശേഷം ഉടനടി തന്നെ അവളെ വിവാഹം കഴിക്കാമെന്നും അവൻ അവളുടെ റെസ്പോൺസിബിലിറ്റീസ് മുഴുവൻ ഏറ്റെടുത്തോളാമെന്നും പറയുന്നു. ഇത് പെൺകുട്ടിയെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നു. അങ്ങനെ പെൺകുട്ടി അവന്റെ ഭാര്യയാവുന്നു. അത്രയും വലിയൊരു വീട്ടിലേക്ക് അവൾ ആദ്യമായാണ് പോകുന്നത്. വീട്ടിലേക്ക് എത്തിയപ്പോഴാവട്ടെ യുവാവിനെ അവന്റെ രണ്ടാനമ്മയും മകനും കൂടി ചേർന്ന് അപമാനിക്കുന്നതും ഊമയാണെന്ന് പറഞ്ഞ് പരിഹസിക്കുന്നതും അവൾ കേൾക്കാനിട വരുന്നു. ഈ രംഗം കണ്ട് വളരെയധികം ദേഷ്യം വന്ന പെൺകുട്ടി അവനെ സഹായിക്കാനായി തീരുമാനിക്കുകയും രണ്ടാനമ്മയും മകനെയും ഒരു പാഠം പഠിപ്പിക്കുകയും ചെയ്യുന്നു. രാത്രിയിൽ പൂളിനരികിൽ ഒറ്റയ്ക്ക് വിഷമിച്ച് നിൽക്കുന്ന യുവാവിന്റെ അരികത്തേക്ക് അവളെ ചെല്ലുന്നുണ്ട്. അവൾക്ക് മനസ്സിലാവുന്നുണ്ട് അവന്റെ അമ്മയുടെ മരണവും അതുപോലെ തന്നെ അവന്റെ അച്ഛൻ രണ്ടാനമ്മയ്ക്കും മകനും അവനെക്കാട്ടിലും പരിഗണനയും സ്നേഹവും കൊടുക്കുന്നത് കൊണ്ടാണ് അവൻ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതെന്ന്. അതുകൊണ്ട് തന്നെ പെൺകുട്ടി മൃദുവായി തന്നെ അവന്റെ തലയിൽ തലോടിയതിനു ശേഷം പല കാര്യങ്ങളും പറഞ്ഞ് അവനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു. പിറ്റേ ദിവസം രണ്ടാനമ്മ അവളെ രഹസ്യമായി കണ്ടുമുട്ടിയതിനു ശേഷം $10 മില്യൺ അവൾക്ക് നൽകിയിട്ട് യുവാവിന്റെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ അട്ടിമറി നടത്തണമെന്ന് അവളോട് ആവശ്യപ്പെടുന്നു. അവരുടെ കയ്യിൽ നിന്നുള്ള പണം പെൺകുട്ടി വാങ്ങുന്നുണ്ട്. അതിനുശേഷം രണ്ടാനമ്മയുടെ മുമ്പിൽ വെച്ചും അവന്റെ ബിസിനസ് പാർട്ട്ണറിന്റെ മുമ്പിൽ വെച്ചും ഈ വിവരത്തെ പറ്റി പെൺകുട്ടി അവനോട് പറയുന്നുണ്ട്. ഇത് രണ്ടാനമ്മയ്ക്ക് വല്ലാതെ നാണക്കേട് വരുത്തി വെക്കുന്നു. അവസാനം അവനും ആ സത്യം മനസ്സിലാവുന്നുണ്ട്. ക്രമേണ ആ പെൺകുട്ടിയുമായി സമയം ചിലവഴിക്കുന്നതിൽ അവന് വല്ലാതെ ഇഷ്ടം തോന്നി തുടങ്ങിയിരിക്കുന്നു എന്ന്. അതുകൊണ്ട് തന്നെ തന്നോടൊപ്പം ഡിന്നറിന് വരാനായി അവൻ അവളെ ക്ഷണിക്കുന്നുമുണ്ട്. എന്നാൽ തനിക്ക് മറ്റൊരാളെ മീറ്റ് ചെയ്യാനായി പുറത്തേക്ക് പോകണമെന്ന് പെൺകുട്ടി അവനോട് പറയുന്നു. പുറത്തേക്ക് പോകാനായി പെൺകുട്ടി ലിപ്സ്റ്റിക് ധരിക്കുന്നത് കണ്ടിട്ട് അവളെ രഹസ്യമായി പിന്തുടരാനായി തന്നെ യുവാവ് തീരുമാനിക്കുന്നു. വീട്ടുകാരുടെ നിർബന്ധപ്രകാരം ബ്ലൈൻഡ് ഡേറ്റ് പങ്കാളിയെ കാണാൻ പോവുകയായിരുന്നു അവൾ. അവിടെ എത്തിയപ്പോൾ മാത്രമാണ് അയാൾ 50 വയസ്സ് കഴിഞ്ഞൊരു വ്യക്തിയാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. അവൾ ഉടനടി തന്നെ അവളുടെ കൈവിരലിൽ ധരിച്ചിരുന്ന മോതിരം കാണിച്ചിട്ട് തന്റെ വിവാഹം കഴിഞ്ഞതാണെന്ന് അയാളുടെ കൂടെ പറയുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന അയാൾ അവളെ ഉപദ്രവിക്കാൻ തുടങ്ങിയതാണെങ്കിലും ഭാഗ്യവശാൽ യുവാവ് അവിടെ എത്തി അയാളെ ഒരു അടി കൊടുത്ത് പെൺകുട്ടി അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യുന്നു.